കണ്ണൂർ ജില്ലയിലെ കുടക് മലനിരകളോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് പയ്യാവൂർ. കാർഷിക പ്രാധാന്യമുള്ള ഒരു നാടാണിത്. ഇവിടെ 5600 കുടുംബങ്ങളും 27,800 ജനസംഖ്യയുമാണുള്ളത്. ഞങ്ങളുടെ പ്രത്യേകത, ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്ന ഉടനെ 25-നും 30-നും ഇടയിലുള്ള 218 നാട്ടുകൂട്ടങ്ങളായി ഞങ്ങൾ എല്ലാ വീടുകളെയും പ്രത്യേക നാട്ടുകൂട്ടങ്ങളായി രൂപീകരിച്ചു. നാട്ടുകൂട്ടങ്ങളിലെ ജനങ്ങളുമായി നേരിട്ടിടപഴകി അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരുടെ ആഗ്രഹങ്ങൾ കേൾക്കാനും ഞങ്ങൾ സമയമെടുത്ത് നാട്ടുകൂട്ടങ്ങൾ വിളിച്ചു ചേർത്തു. ഇതിൻ്റെ ഫലമായി ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു. ഇങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ഒരു സ്ഥാപനമാണ് ഹൃദയം ബഡ്സ് സ്കൂൾ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ. 2023 ഞങ്ങൾ സ്ഥാപിച്ചു. 42 കുട്ടികൾ ഇപ്പോൾ അവിടെ വിദ്യാഭ്യാസം നടത്തുന്നു. നാട്ടുകൂട്ടങ്ങളിലെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പഞ്ചായത്തിൽ ഇങ്ങനൊരു സ്കൂൾ ആവശ്യമാണെന്ന് മനസ്സിലായത്. അപ്പോൾ കലാകായിക രംഗത്തൊക്കെ തന്നെ വളരെ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ച് 42 കുട്ടികൾ അവിടെ പഠിക്കുന്നു. ഇവരുടെ അമ്മമാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഹാഫ് കുക്കഡ് ചപ്പാത്തി നിർമ്മിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്നു. അതുപോലെ വ്യത്യസ്തങ്ങളായ CSR ഫണ്ടുകൾ ഉപയോഗിച്ച് പുതിയ കെട്ടിടത്തിൻ്റെ എല്ലാം നിർമ്മിതി പൂർത്തിയായി. താമസിയാതെ പുതിയ കെട്ടിടത്തിലേക്ക് പോവുകയാണ് ഹൃദയം ബഡ്സ് സ്കൂൾ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ പയ്യാവൂർ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, കാർഷിക മേഖല നേരിട്ടിരുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് കാട്ടുമൃഗശല്യം. കാട്ടുമൃഗങ്ങളിൽ ഏറ്റവും ശല്യക്കാരൻ കാട്ടാനയായിരുന്നു. കേരളത്തിൽ ആദ്യമായി സോളാർ ഹാങ്ങിങ് ഫെൻസ്, സൗരോർജ്ജ തൂക്കുവേലി പഞ്ചായത്ത് ഫണ്ടിൽ നിർമ്മിച്ചത് പയ്യാവൂർ ഗ്രാമപഞ്ചായത്താണ്. 12 കിലോമീറ്റർ ദൂരത്ത് ഇത് സ്ഥാപിക്കാൻ സാധിച്ചു. അത് പരിപാലിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിക്കുന്നു. അത് പരിപാലിക്കുന്നതിന് വേണ്ടി ആളുകളെ കണ്ടെത്തി ജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടി കാര്യങ്ങളെല്ലാം നിർവഹിച്ചു വരുന്നു. ഇപ്പോൾ 2 വർഷം പൂർത്തിയാകുമ്പോൾ 85 മുതൽ 90% വരെ കാട്ടാന ശല്യത്തിൽ നിന്ന് ഒഴിവായ ഒരു ഗ്രാമപഞ്ചായത്തായി പയ്യാവൂർ മാറ്റപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് ആനയുടെ ഒരു ഒച്ചപ്പാടൊന്നും നമുക്കില്ല. എന്തായാലും ഈ വർഷം ഞാൻ കപ്പ ഇട്ടു, ഈ വർഷം കപ്പ കുറച്ചു, നമുക്ക് നല്ല ഇതിൽ കിട്ടി, കുഴപ്പമൊന്നുമില്ല. ഒരു പ്രസിഡന്റിനെ സംബന്ധിച്ച് ഈ ഒരു മലയുടെ മുകളിൽ എന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, അത്രത്തോളം അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, കുടിയേറ്റ കേന്ദ്രമായ ഈ സ്ഥലങ്ങളിൽ ആവശ്യത്തിന് ലൈബ്രറികൾ ഉണ്ടായിരുന്നില്ല. വായന ഇല്ലാത്തതിൻ്റേതായ പ്രശ്നങ്ങൾ സ്ത്രീകൾക്കിടയിൽ ഉൾപ്പെടെ അനുഭവിച്ചു വന്നപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ അങ്കണവാടികളും അങ്കന വായനശാലകളായി മാറ്റപ്പെട്ടു. 2023-24 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 26 അങ്കണവാടികളിലും പുസ്തകങ്ങളും അലമാരയും വാങ്ങിക്കൊടുത്ത് 50-ൽ കുറയാത്ത വായനക്കാരുടെ കൂട്ടായ്മയുണ്ടാക്കി അവർ വായിക്കുന്ന പുസ്തകങ്ങളുടെ അവലോകനം നടത്താൻ മാസത്തിൽ ഒരു ദിവസം സൗകര്യം ചെയ്തു കൊടുത്ത് പയ്യാവൂരിൻ്റെ അങ്കണവാടികൾ അങ്കന വായനശാലകളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം യുവജനങ്ങൾ നേരിടുന്ന പ്രശ്നമായിരുന്നു തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് നേതൃത്വം കൊടുത്തുകൊണ്ട് 2023 മെഗാ തൊഴിൽ മേള സംഘടിപ്പിക്കുകയുണ്ടായി. ഈ തൊഴിൽ മേളയിൽ 650 ഉദ്യോഗാർത്ഥികൾ ഈ തൊഴിൽ മേളയുടെ ഭാഗമായി വന്നു. 65ഓളം കമ്പനികൾ വന്നു. 261 ആളുകൾക്ക് 261 പ്ലേസ്മെൻറ്റ് അതേ ദിവസം തന്നെ നടത്താൻ നമുക്ക് സാധിച്ചു. അങ്ങനെ മെഗാ തൊഴിൽ മേള ഒരു വലിയ വിജയമാക്കി തീർക്കാൻ വേണ്ടി സാധിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കുടിയേറ്റ കേന്ദ്രമാണ്.
പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത്. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറ്റം നടത്തുമ്പോൾ വ്യത്യസ്ത രീതികളിലാണ് സ്ഥലങ്ങളൊക്കെ അക്വയർ ചെയ്യാൻ വേണ്ടി സാധിച്ചത്. അതിൽ കുറേയേറെ ആളുകൾക്ക് പട്ടയമില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലോൺ എടുക്കാൻ, വിദ്യാഭ്യാസ ലോൺ എടുക്കാൻ പോലും നിർവാഹമില്ലാത്ത വന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ സംശയം ഉള്ള ജനങ്ങളുടെ ആകെ രേഖാ പരിശോധന ക്യാമ്പ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടുകൂടി നടത്താൻ വേണ്ടി സാധിച്ചു. 400-ലധികം ആളുകൾക്ക് പട്ടയമില്ല എന്ന് മനസ്സിലാക്കി. ഇപ്പോൾ ഓരോ വാർഡ് തലത്തിലും 10-20 ആളുകൾക്കുള്ള പട്ടയത്തിൻ്റെ അപേക്ഷ പൂരിപ്പിച്ച് വില്ലേജ് ഓഫീസ് വഴി സ്ഥലം മെഷർ ചെയ്ത് പയ്യന്നൂർ ലാൻഡ് ട്രിബ്യൂണലിൽ അപേക്ഷ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പട്ടയത്തിൻ്റെ പേപ്പറുകൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദിവാസി നഗരങ്ങളിൽ ഉൾപ്പെടെ ഈ പ്രവർത്തനങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഒരു 1.5 വർഷം കൊണ്ട് 1000-ഓളം ആളുകൾക്ക് പട്ടയം ലഭിക്കുന്ന മെഗാ പട്ടയമേള പയ്യാവൂരിൽ ആരംഭിച്ചു. ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാട്ടിൻപുറമാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും വീടുകളിൽ വാഹന സൗകര്യമില്ല എന്നുള്ള കാര്യം നേരിട്ട് ബോധ്യപ്പെട്ടു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രൂപപ്പെടുത്തിയ ഒരു പരിപാടിയാണ് വീട്ടുമുറ്റത്ത് ഓട്ടോറിക്ഷയെങ്കിലും, ഒരു വീടിൻ്റെ മുറ്റത്ത് ഓട്ടോറിക്ഷയെങ്കിലും എത്തണം, ആംബുലൻസ് എങ്കിലും എത്തണമെന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി അപേക്ഷ സ്വീകരിച്ചു. 130ഓളം അപേക്ഷകൾ ലഭിച്ചു. ഈ മുഴുവൻ കാര്യങ്ങളും ചെയ്താൽ 800ഓളം കുടുംബങ്ങളിലേക്ക് വാഹനം പോകും. ഇതിലിപ്പോൾ ഒരു 10-20% കാര്യങ്ങൾ പൂർത്തിയാകുമ്പോൾ നല്ല നിലയിൽ 200ഓളം ആളുകൾക്ക് റോഡ് ഉപകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെല്ലാം മാറ്റപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വീട്ടുമുറ്റത്ത് ഓട്ടോറിക്ഷയെങ്കിലും എന്ന പദ്ധതി പയ്യാവൂരിൽ വിജയിച്ചു. കേരളത്തിന് മാതൃകയാക്കാവുന്ന ഒരു പദ്ധതിയായി ഇത് മാറിക്കഴിഞ്ഞു. പയ്യാവൂർ പഞ്ചായത്തിൻ്റെ വീട്ടുമുറ്റത്ത് ഒരു ഓട്ടോറിക്ഷ എങ്കിലും എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജി സേവർ എന്നെ സമീപിക്കുകയും അതുപ്രകാരം ഈ പ്രദേശത്തുള്ള 100ഓളം വീട്ടുകാർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ എൻ്റെ സ്ഥലത്തിന് നടുവിലൂടെ ഏകദേശം 170 മീറ്ററോളം നീളത്തിൽ റോഡിന് സ്ഥലം കൊടുക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഈ കാണുന്ന മലയുടെ മുകളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾ 6 കുടുംബങ്ങളുണ്ട് ഈ മലമുകളിൽ താമസിക്കുന്നത്. ഞങ്ങൾക്ക് വീട്ടുമുറ്റത്തെ ഓട്ടോറിക്ഷയെങ്കിലും എന്ന പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ മലയിലൂടെ കുറേ ദൂരം 200 മീറ്ററെങ്കിലും പോയാൽ മാത്രമേ ഞങ്ങൾക്ക് വീട്ടിലെത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ പഞ്ചായത്തിൻ്റെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വളരെ പല തവണയായി പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറും എല്ലാം ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു വരുന്നു. ഞങ്ങൾക്ക് ഈ റോഡ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ തലങ്ങളിലൂടെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ തൊട്ടറിഞ്ഞാണ് മുന്നോട്ട് പോയത്. ലൈഫ് മിഷൻ്റെ കാര്യത്തിലായാലും 319 വീടുകൾ ഇതിനകം കൊടുത്തു കഴിഞ്ഞു. ഇനി 28 വീടുകൾ കൂടി നൽകിയാൽ സമ്പൂർണ്ണ ഭവന പദ്ധതി നടപ്പാക്കിയ ഒരു പഞ്ചായത്തായി പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് മാറ്റപ്പെടുകയാണ്. മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി മാലിന്യമുക്ത നവ പയ്യാവൂർ രൂപാന്തരപ്പെട്ടു. 148 മിനി MCFകൾ ഒരു റെക്കോർഡ് കേരളത്തിൽ വരുത്തിക്കൊണ്ടാണ് മിനി MCFകളുടെ കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ വർഷങ്ങളിലും പദ്ധതി വിനിയോഗം 100% എത്തിച്ച അപൂർവം കേരളത്തിലെ പഞ്ചായത്തുകൾ ഒന്നായി മാറ്റപ്പെട്ടിരിക്കുന്നു. ജനഹിതമറിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സജീവ സാന്നിധ്യമായി ഗ്രാമപഞ്ചായത്ത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.